അച്ഛാ ഇനി കരഞ്ഞിട്ട് കാര്യമില്ല. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരാണെന്ന് അച്ഛനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ലല്ലോ. ശരിയല്ലേ? അപ്പൊ നീ എന്നെ ഈ ഡീഅഡിക്ഷൻ സെന്ററിലാക്കാൻ തീരുമാനിച്ചല്ലേ? ഞാൻ എന്ത് ചെയ്യണം? അച്ഛൻ മദ്യപിച്ച് സൈക്കിൾ കൊണ്ടിരിച്ച ചെറുക്കനല്ലേ, അവന്റെ കാലൊടിഞ്ഞു. ഇനിയിപ്പൊ കരഞ്ഞിട്ടെന്ത് കാര്യം? അതല്ലടാ, എന്റെ സൈക്കിളിനകത്തൊരു ഫുൾ ഉണ്ടായിരുന്നു, അതിനെന്തെങ്കിലും പറ്റിയോ? കള്ളു കുടിച്ചെങ്കിൽ പിന്നെ അച്ഛന് കണ്ണ് കാണില്ല. അത് ശരിയാണ്. 3 പെഗടിച്ച എന്റെ തല പോക്കറ്റിലല്ലേ? തല അച്ഛാ, കള്ളു കുടിക്കുന്നവരാരായാലും ഈ രാംദാസ് ഇഷ്ടമല്ല. അതിപ്പോ സ്വന്തം അച്ഛനായാൽ പോലും. ആൽക്കഹോൾ ഈസ് ഇഞ്ചറീസ് ടു ഹെൽത്ത്. കിഷോറിന്റെ അഭിനയം നോക്കിക്ക് എന്ത് രസാണ്. ഇതിന്റെ ബാക്കി കാണാൻ വല്ല വഴിയുണ്ട? യൂട്യൂബിൽ നോക്കി നോക്കാല്ലേ. സുപ്രസിദ്ധ സീരിയൽ താരം കിഷോർ മദ്യലഹരിയിൽ ഓടിച്ച വാഹനം ഒരു കടയിലേക്ക് ഇടിച്ചു കയറി. CCTV ദൃശ്യങ്ങൾ പുറത്ത്. സീരിയൽ താരത്തിനെതിരെ പോലീസ് കേസെടുത്തു. അയ്യോ, അയ്യോ കിഷോർ, അയ്യോ കിഷോർ, എനിക്കിത് കേക്കണ്ട. സുപ്രസിദ്ധ TV താരം അയ്യോ എനിക്ക് കേക്കണ്ട. പോലീസ് കസ്റ്റഡിയിൽ. എനിക്ക് കേക്കണ്ട. തട്ടുകടയിലേക്കാണ്. എനിക്ക് കേക്കണ്ട. കിഷോർ, ഞാൻ എന്താണ് കിഷോർ കേക്കണത്? അയ്യോ ഷോർ ഷോർ ഷോർ. ചോറന്നാ എടി, ഇപ്പോഴല്ലേ നീ ഈ വീട്ടിൽ നിന്ന് 3 പാത്രം ചോറ് തിന്നിട്ട് പോയത്? വീണ്ടും നിനക്ക് ചോറാ? എടാ, ഞാൻ ചോറെന്നല്ല പറഞ്ഞ, കിഷോർ എന്നല്ലേ പറഞ്ഞത്. നീ ഇതെന്തുകൊണ്ടാ കേക്കണത്? പിന്നെ നീ എന്തിനാ നേരം എന്റെ വീട്ടിലേക്ക് നോക്കിക്കൊണ്ടിരിക്കണം? എനിക്ക് നിന്റെ വീട്ടിൽ നോക്കിയാ പോരെ? എടി, നീ ഇപ്പൊ എന്റെ വീട്ടിലോട്ട് നോക്കിക്കൊണ്ടിരുന്നുണ്ടല്ലേ, ഞാൻ നിന്റെ വീട്ടിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന. നീ ആദ്യം നിന്റെ വീട്ടിൽ നോക്കിയിടി. നീ ഇങ്ങനെ വായി നോക്കിയിരിക്കണുണ്ടായിരുന്നു നിനക്ക് പെണ്ണ് കിട്ടാത്തത്. അവളൊരു പെണ്ണായതുകൊണ്ട് ഞാനത് ചവച്ചിറക്കില്ലെങ്കിൽ ഞാൻ പറഞ്ഞു. അല്ലെങ്കിൽ കിഷോറിനെതിരെ എനിക്ക് കേക്കണ്ട, എനിക്ക് കേക്കണ്ട. ഫ്രെയിം ഔട്ട് ആയല്ലോ. അയ്യോ സോറി സാറേ. എവിടെ പോകണേ നീ? ഇപ്പൊ ഓക്കേണാ? എനിക്ക് കേക്കണ്ട. എന്താ ഞാൻ പറഞ്ഞതോ? ഹലോ എടാ, നീ അറിഞ്ഞാടാ എന്റെ കയ്യിന്ന് പോയി. നീ ഫ്രെയിമിൽ ഔട്ടായപ്പോഴേ മനസ്സിലായി കയ്യിന്ന് പോയത്. കിഷോർ പോയെന്ന്. നിന്റെ ഈ സംസാരം കേട്ടപ്പോ ഏതോ ബിഷോപ്പർ പോയ പോലെയാണ് നീ സംസാരിക്കുന്നത്. എടാ, ഞാൻ കാണുന്ന സീരിയലില്ല നേർവഴി, അതിലെ കിഷോർ കയ്യിന്ന് പോയെന്നാടാ പറഞ്ഞത്. ഷോ പോയടാ, പോയി പോയി. ആരോഗത്തേക്ക് പോയി, ദേ പുറത്തേക്ക് പോയി. ആരടാ? സീരിയൽ നടന എന്ത് ചീര നടൻ വന്നാ? സീരിയൽ നടൻ കിഷോറാണ്. ന്യൂസ് അറിഞ്ഞിട്ട് വന്നിരിക്കുമല്ലോ. ഞാനും കേട്ടാണ് എന്ത് പറ്റി ചെക്കറെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അതല്ല പറഞ്ഞത്, പിന്നെ ഞാൻ സീരിയൽ നടൻ കിഷോറാണ്. ഇത്രയും സെന്റിമെന്റ്സ് അടിച്ചിരിക്കുമ്പോ ഒരുപാട് തമാശ പറയല്ലേടാ. എടോ സീരിയസ് ആണ്, ഞാൻ സീരിയൽ നടൻ കിഷോറാണ്. എന്റെ പൊന്നിയായിട്ട് ഞാൻ ഡെയിലി കാണുന്ന സീരിയലാണ്. അതിനകത്ത് കിഷോറിന് നെഞ്ചത്ത് ഇത്ര രോമില്ല, അറിയാവോ? രോമല്ലായിരുന്നത് പിന്നെ എന്റെ വിഗ്. ലിപ് മൂവ്മെന്റ് മാത്രമല്ലല്ലോ. കിഷോറാണ് ഞാൻ. കിഷോർ, ഞാൻ എന്ത് തരും? ഞാൻ എന്ത് തരും? ഞാനൊരു കടി തരട്ടെ? കടി മാത്രം സ്നേഹം കൊണ്ടൊരു കടി തരട്ടെ? കേട്ടോ, എനിക്ക് വേദനിക്കേ. കിഷോറെ, എന്തൊക്കെയാണ് കിഷോറിനെ പറ്റി കേക്കണത്? എന്താണ്? എന്താണ്ട് കള്ളു കുടിച്ച് വണ്ടി ഇടിച്ചെന്നാ, ഹോട്ടലിലേക്ക് ഇടിച്ച് പൊളിച്ചെന്നാ, കേസെടുന്നൊക്കെ കേക്കണ്ടല്ലോ. കേസായി എന്ന് പറഞ്ഞാ എങ്ങനെ കേസാവും? ഇത് ഞാൻ കള്ളു കുടിച്ചെന്നോ തട്ടുകടയിലേക്ക് വണ്ടി കയറ്റിയെന്നോ ഒന്നിനും ഒരു തെളിവില്ലാണ്ട് എങ്ങനെ കേസെടുക്കും? അപ്പൊ ഈ ഓംപ്ലേറ്റ് എവിടെന്നാ? ഫുഡ് കളഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ ആൾക്കാരുടെ തെറി പറയും. അതുകൊണ്ട് ഈ തെളിവ് നശിച്ചേ. കിഷോർ, എന്തൊക്കെയാണ് കിഷോറെ കേൾക്കണത്? കിഷോറിനെ പറ്റി മൊത്തത്തിൽ കേസും പൊല്ലാപ്പൊക്കെയാണല്ലോ. കേസുണ്ടാ? അങ്ങനെയാണെങ്കിൽ ഒരു പണി ചെയ്യാം. ഇപ്പൊ തന്നെ വക്കീലിനെ വിളിച്ചിട്ട് മുൻകൂർ ജാമ്യം പറഞ്ഞേക്കാം. പെറ്റമ്മ സീരിയല്ലേ? പ്യൂർ വെജിറ്റേറിയൻ ആയ? ആ പ്യൂർ വെജിറ്റേറിയൻ ആണ് അങ്ങോട്ട് പോയത്. പ്യൂർ വെജിറ്റേറിയൻ ആയ ഉണ്ണി, എന്താ ഉണ്ണി കാണിക്കണേ? ഇതെങ്ങാനും ഇല്ലത്തറിഞ്ഞുള്ള അവസ്ഥ എന്താന്ന് അറിയാവോ? ഇതങ്ങോട്ട് പിടിക്കാ, എന്നിട്ട് അങ്ങോട്ട് തിന്നാ. ഇത് തിന്നാൻ വേണ്ടിയിട്ടില്ല ഇത്ര വലിയ ഡയലോഗ് പറഞ്ഞത്. എന്റെ സീരിയലിന് പോലും ഇത്രയും വലിയ ഡയലോഗ് ഞാൻ കാണാണ്ട് കണ്ടില്ല, അറിയാവോ? പിന്നെ കിഷോറിന് അറിയാവോ? കിഷോറിനോടുള്ള ആരാധന മൂത്തിട്ട് എന്റെ ഫോണില് വാൾപേപ്പർ വരെ ലേ കിഷോറാ. ലേക്ക് ഷോറോ? കിഷോറാണ്. ഞാനാണോ? നോക്കട്ടെ. അയ്യേ, ഈ ഫോട്ടോ കൊള്ളൂലായിരുന്നു കേട്ടാ.
നല്ല പിന്നെ ഇന്നലെ ഒരു ഫോട്ടോഷൂട്ട് എടുത്ത ഫോട്ടോ ഉണ്ട്, അത് ഇട്ട് കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും. ഈ ഫോട്ടോ നോക്കി വല്ലപ്പോഴും യൂട്യൂബ് നോക്കി അതിനകത്ത് തന്നെ വാർത്ത വല്ലത് കണ്ടായിരുന്നാ? അയ്യോ പിന്നെയും ടെൻഷൻ പിന്നെയും ടെൻഷൻ ടെൻഷൻ ടെൻഷൻ. തിന്നു കഴിഞ്ഞാ ഞാൻ തുപ്പിൽ വേണ്ട. അതല്ല വല്ലതും തിന്നു കഴിഞ്ഞാന്ന്. അല്ല എനിക്ക് തിന്നാനുള്ള സമയം കിട്ടിയിട്ടില്ലല്ലോ. മൂട്ടി തീ പിടിച്ച് നിൽക്കാൻ അറിയാവാ? കൂട്ടിലതിന് വിഗല്ലേ? അതല്ല ഞാൻ പറഞ്ഞത്, എനിക്ക് മൂട്ടി തീ പിടിച്ച് നിൽക്കാന്നാ പറഞ്ഞത്. കിഷോറിന് അറിയാമോ? കിഷോർ കാരണം എനിക്കിപ്പോ ഫോൺ തുറക്കാൻ പറ്റണില്ല. എന്താണ് ഫോണിൽ ലോക്ക് ഞാനാണ്? ഫോൺ തുറന്ന കിഷോറിന്റെ ന്യൂസ് ആണ് മൊത്തം. ഇനി പുതിയ ന്യൂസ് വല്ലതും വന്നിട്ടുണ്ടോ? കിഷോർ വണ്ടി ഇടിച്ചെന്ന് പറഞ്ഞില്ലേ? ആ പുള്ളിയുടെ 10 പവന്റെ മാല കാണാനില്ലെന്ന്. ഞാൻ തട്ടുകടേക്കാണ് വണ്ടി കയറ്റി, അല്ലാണ്ട് ജ്വല്ലറിക്കല്ല കയറ്റിയത്. അയാള് പറഞ്ഞെന്താന്നറിയോ? എന്റെ മാല എടുത്തവൻ ഒരു കാലത്തും. അങ്ങനെ അത്രയും പ്രാവണ്ട, എവിടെയെങ്കിലും പോവുകയാണെങ്കിലും കൊണ്ടുപോട്ടെ. നല്ല മാല അതിങ്ങ തന്നെ ആ അയ്യോ നല്ല മാലയിലുണ്ട്, അതവിടെ എത്തൂലെന്ന് ഞാൻ വഴി അയച്ചു കൊടുത്തോളാം കേട്ടാ. എനിക്കാണെങ്കിൽ വയ്യ. ഇനി പോലീസ് എങ്ങാനും പിടിച്ചു കഴിഞ്ഞാൽ എന്റെ ഇമേജ് പോവും. കിഷോറിന് പോലീസ് പിടിക്കോ? കിഷോർ അല്ല അങ്ങനെ പോലീസ് പിടിക്കുമെന്ന് വെച്ചാൽ അങ്ങനെ പോലീസ് പിടിക്കാനുള്ള സാധ്യതകളില്ല. ഇനി അഥവാ പോലീസ് പിടിച്ചാ ആ മുറുക്കാൻ തുപ്പിക്കളഞ്ഞിട്ട് പറ. നല്ലത് എന്റെ പിരിമുറുക്കം കാണിച്ചാണ് ഞാൻ. ആണോ? ഇങ്ങനെയാണെ പോലീസ് പിടിച്ച് നന്നായിട്ട് പിരിമുറുക്കും. അയ്യോ ഈ പെൺകുട്ടി എന്നെ ടെൻഷൻ ആക്കിക്കൊണ്ടിരിക്കാണല്ലോ ദൈവമേ. കിഷോർ എന്തിനാ കിഷോർ ഇങ്ങനെ ടെൻഷൻ ആവണത്? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ സമയത്ത് ചോദിക്കാവോന്ന് അറിയാൻ പാടില്ല. കിഷോർ ഷൂട്ടിന് പോകുമ്പോഴേ ചോറ് ഇങ്ങനെ പൊതിഞ്ഞു കെട്ടിക്കൊണ്ട് പോകാൻ കൂച്ചക്ക് വീട്ടിൽ പോയി ഉണ്ണോ? ഞാൻ വാർത്തപ്പണിക്ക് പോണല്ല, അഭിനയിക്കാൻ വേണ്ടി പോണേണ്. അവിടെ മെസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട് കേട്ടാ. ആ ഇത്രയും പേരുകൊണ്ട് ബസ്സിലായിരിക്കും ഫുഡ് കൊടുക്കണല്ലേ? തനിക്ക് എങ്ങനെയാണോ ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിച്ച സമയത്ത് ഇങ്ങനെ തമാശ പറയാൻ വേണ്ടി പോണത്? എനിക്കറിയാൻ പാടില്ല, മൊത്തം ടെൻഷനോട് ടെൻഷനാണ് ഞാനിപ്പോ. അല്ല കിഷോർ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കണത്? ഞാൻ എന്റെ ഉള്ളിലെ വേലായുധം കൊണ്ട് ചോദിച്ചല്ലേ? അല്ല വേവലാതി കൊണ്ട് ചോദിച്ചല്ലേ? അല്ലേലും കിഷോറിന്റെ കാര്യം പറയുമ്പോ എന്റെ ഉള്ളിലില്ലേ വല്ലാത്തൊരു അലിവാണ് അലിവ്. അളിയുന്നുണ്ടേ, അളി നന്നായിട്ട് അളിയുന്നുണ്ട്. ഞാൻ വന്നപ്പോ പോലും കിഷോറിനെ അങ്ങനെ പോസ്റ്റ് ചെയ്തോണ്ടിരിക്കും. അങ്ങനത്തെ വലിയ ആരാധന ഒന്നും കാണിക്കണ്ട കേട്ടാ. വലിയ ഒത്തിരി ആരാധനകൾ കാണിക്കാൻ നിൽക്കല്ലേ. എനിക്ക് ദേഷ്യം കയറി വരുന്നുണ്ട്. എന്റെ ദൈവമേ എന്നെ പോലീസ് പിടിക്കല്ലേ, പോലീസ് പിടിക്കാണ്ട് കാത്തോളേ. ഞാൻ നോക്കിക്കോളാം. പിന്നെ അവിടെ എന്താ ഒച്ച കേൾക്കുന്നുണ്ടല്ലോ? ആ പോയി നോക്കും, ഒച്ച നോക്കി പോയി നോക്കി. അയ്യോ അതൊരു പട്ടിയാണ് കിഷോർ. ആരാണ്? പട്ടിയാണ്. ദൈവമേ പേടിപ്പിക്കാനായിട്ട് ഓരോ പട്ടികൾ പോലും സമയം നോക്കാതെ ഇറങ്ങണം. ഈ വരെ വന്ന് നിനക്ക് എന്തിനാണ്? ഇല്ലേ കണ്ടിന്യൂറ്റി പോകും. കണ്ടിന്യൂറ്റിയാ? ആ ഞാൻ സീരിയൽ നടനല്ല, ഞാൻ എപ്പോഴും കണ്ടിന്യൂറ്റി നോക്കണം. വീടാണെങ്കിലും എവിടെയാണ് ശരി, സീരിയൽ നടന് കണ്ടിന്യൂറ്റി മെയിൻ ആണ്. അത് ഞാൻ നോക്കും കേട്ടാ. പിന്നെ എന്നെ പോലീസ് ഒരു ഒപ്പിടിക്കാനായിട്ട് ഇല്ല. എന്റെ വണ്ടി ആണെങ്കിൽ ഞാൻ അവിടെ സേഫ് ആക്കി നിർത്തിയേക്കാനേ. അത് പറഞ്ഞപ്പോഴേ കിഷോറിന്റെ വണ്ടി എവിടെ കൊണ്ട് വെച്ചേക്കണം? ആ വണ്ടി എടുത്തത് നല്ല അറിയാൻ പാടില്ലേ? ഈ വീടിന്റെ അപ്പുറത്ത് വലിയൊരു മതിലുണ്ട്. ആ മതിലോട് ചേർന്ന് വലിയൊരു ഷെഡാ. ആ ഷെഡിൽ ഞാൻ സേഫ് ആയിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. അയ്യോ അത് ഷെഡല്ല, 5 മണിക്ക് പോകാനുള്ള ജങ്കാറാണ്. അയ്യോ ഞെട്ടിയല്ല ചെട്ടിപ്പോയ ജങ്കാർ കിട്ടും. ചെട്ടിപ്പോയ ജങ്കാർ എനിക്ക് കിട്ടൂല. നാളെ പോലീസുകാർ പോയി കഴിയുമ്പോ എന്റെ വണ്ടി അവർക്ക് തൊണ്ടയായിട്ട് കിട്ടും. നാളെ പോലീസുകാർ ആ തൊണ്ടയോട് കൂടി വരുന്നു, എന്നെ ഇവിടുന്ന് പിടിച്ചോണ്ട് പോകുന്നു. എന്റെ ജീവിതം പോയി, എന്റെ ജീവിതം പോയി. കിഷോറിനെ പോലീസുകാർ പിടിക്കോ? കിഷോർ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നേരം വെളുക്കും വരെ ഞാൻ കിഷോറിന്റെ കാവലിരിക്കും. പോലീസുകാർ വന്ന് കിഷോറിന്റെ കയ്യില് വിലങ്ങിടാൻ ഞാൻ സമ്മതിക്കില്ല. കിഷോർ ഞാൻ സമ്മതിക്കില്ല. ഗായത്രി പറയുന്നതെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാനേ ഇത് പറഞ്ഞപ്പോ ഗായത്രി സീരിയൽ അഭിനയിച്ച ഒരു ഫീൽ കിട്ടി, അതുകൊണ്ട് ശരിക്കും സത്യം പറഞ്ഞോട്ടെ, എന്റെ ദേഹത്തെ ആമ്പിളരും തുടർന്ന് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ചൂടായതാട്ടാ, ഒന്നും വിചാരിക്കല്ലേ. ചെറുതായിട്ട് കിടന്നോ. പിന്നെ രാവിലെ നേരത്തെ വിളിക്കണേ. ഒരു കാര്യം ചോദിച്ചോട്ടെ, കിഷോറിന്റെ കൂടെ അഭിനയിക്കണ പെണ്ണുങ്ങൾക്ക് കോമിറ്റിംഗ് ആന്ന് കേട്ടല്ലോ. ഒരു വണ്ടി കേസ് മാത്രമേ തലയുള്ളൂ. അതല്ല കിഷോർ, ഈ മറ്റൊരാളിങ്ങനെ ഇത് വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കൂലേ ഓരോന്നായിട്ട് സീരിയലില് പ്രോമിറ്റിംഗ്. എല്ലാ കേസും നിനക്ക് പ്രോമിറ്റിംഗിന്റെ ആവശ്യമുണ്ട് ശരിക്കും. ഞാൻ ഒറ്റയ്ക്കുള്ള കിഷോർ ഇവിടെ കിടന്നോട്ടാ. അതാണ് ഞാൻ ചോദിക്കുന്നത്, ഈ വീട്ടിൽ വേറെ ആരും ഇല്ലേ? എന്റെ ഭർത്താവ് അമ്മയമ്മയ്ക്ക് ഉണ്ടായിരുന്നു, പക്ഷെ കുറച്ചാളായിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വരാറില്ല. ഭർത്താവ് എവിടെ പോയി? ഭർത്താവേ ഇടക്കിടക്ക് കള്ളുടിച്ചിങ്ങോട്ട് വരും, എന്നിട്ട് എന്നെ എടുത്തിട്ട് തല്ലും. ഒരു ദിവസം ചിലവൊക്കെ ഞാൻ ഒന്ന് കൊടുത്ത്, അത് പിന്നെ ഇങ്ങോട്ട് വരാറില്ല. അമ്മയില്ലേ എപ്പൊ നോക്കിയാലും അമ്മായിയമ്മ പോരാണ്. എന്റെ അടുത്ത് പറയും പണിയെടുക്കടി എന്ന്. ഞാനൊരു പണി തിരിച്ചു കൊടുത്തേ പിന്നെ ഒന്നും ചെയ്യാറില്ല. പെങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവിനെ തല്ലിട്ട് ഇവിടെ വന്നിട്ട് എന്റെ അടുത്ത് നാത്തുമ്പോരെടുത്ത് ഞാനൊരു ദിവസം കിണറ്റി തല്ലിടാൻ നോക്കി, അതോടെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയി. ആണല്ലേ? ഞാൻ നേരത്തെ ഗായത്രി എന്ന് പറഞ്ഞ തോളി തൂങ്ങിയില്ലേ, അത് വെറുതെ കാര്യാക്കല്ലേ. അത് കുഴപ്പമില്ല, ഇനി തോളി തൂങ്ങിയാ ഉത്തരത്തിൽ തൂങ്ങും. എനിക്ക് കിഷോർ എന്ന് പറഞ്ഞ ഭയങ്കര ഭ്രാന്താണ്. ഇനി മേലെ കിഷോർ എന്ന് പറയല്ലേ, ഭ്രാന്തങ്ങാനും കൂടിയാലോ. കിടന്നുറങ്ങാൻ നേരത്തെ വിളിക്കണേ. എന്റെ ദൈവമേ, എന്നാല വണ്ടി. അയ്യോ മിണ്ടല്ലേ ഇവിടെ കിടപ്പുണ്ട് ഞാൻ കാണിച്ചു തരാം.
ഒരു മിനിറ്റ്, ഞാൻ പറഞ്ഞപ്പോ വിശ്വാസമില്ലല്ലോ. നോക്കിക്കേ കണ്ട കിടക്കണ നോക്കിക്കേ. അടുത്ത് കാണിച്ചുതരാം. അല്ല ഞാൻ വീഡിയോ എടുത്തേ. വീഡിയോ എടുക്കണോ? വീഡിയോ എടുത്തേ. എന്ത് കാര്യത്തിന് വീഡിയോ പിടിച്ചത്? എന്റെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിക്ക് അയച്ചു കൊടുക്കാനായിട്ട്. ചേച്ചിക്ക് അയച്ചു കൊടുക്കാൻ വീഡിയോ എടുക്കണോ? പേടിക്കൊന്നും വേണ്ട, ഞങ്ങൾ തമ്മിൽ ഭയങ്കര കണക്ഷൻ, അതുകൊണ്ട് ചേച്ചി ആർക്ക് അയച്ചു കൊടുക്കൂല. ഞാൻ എന്റെ ഫോൺ പോലും ഓഫ് ചെയ്തിട്ടിരിക്കണം. താൻ എന്റെ ഫോൺ ഓഫ് ചെയ്ത് ചുമ്മാ ആളെ കൊല്ലാൻ വേണ്ടി ഓരോ പണിയും കൊണ്ട് വരണണ്ട. അയ്യോ എന്താ? അയ്യോ എന്താണ്? അയ്യോ എന്താണ് കാര്യം? എന്താ കാര്യം? ഞാനിപ്പോ ഈ വീഡിയോ അയച്ചു കൊടുത്തില്ലേ, അത് പണിയാവും. എന്താ ചേച്ചി വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടുവോ? ഇല്ല. ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുവോ? ഇല്ല. പിന്നെ എന്താ പ്രശ്നം? എന്താണ്? അതെ, ആ ചേച്ചിയുടെ ഭർത്താവില്ലേ, പുള്ളിക്കാരനാണ് ഈ സിറ്റിയിലെ SI. വെരി ഗുഡ്. ഞാൻ പോവാ. ഞാൻ ഇന്ന് സ്റ്റേഷനിൽ പോയില്ലെങ്കിൽ നാളെ അവർ വന്ന് അറസ്റ്റ് ചെയ്യും. അതുകൊണ്ട് ഞാൻ തന്നെ നേരത്തെ പോയിട്ട് കീഴടങ്ങുന്നു. എന്തിന്? അതല്ലേ ഹീറോയിസം. മിണ്ടൂല. ഇതുവരെ എങ്ങനെയുണ്ട്? പിന്നെ അല്ല, ഇവര് എൻജോയ് ചെയ്യുന്നുണ്ട്, അതറിഞ്ഞാ മതി നമുക്ക് അല്ലേ. ശരി, ഇനി നമുക്ക് അങ്ങോട്ടേക്ക് നോക്കാം. അഖിലേ, അഖിൽ സ്ക്വയർസ് പറയൂ. സൂപ്പർ ആയിരുന്നു കേട്ടോ ഷജീറ, നിന്റെ അഴിഞ്ഞാട്ടം സീരിയസ് ആയിട്ട് നമുക്കറിയാവുന്ന കളിച്ച് കയറ്റുമ്പോൾ അതുപോലെ തന്നെ വിഷ്ണുപ്രിയ. എന്തായാലും ഇവര് നല്ലൊരു ടീമാണ്, നല്ല ആക്ടേഴ്സ് ആണ്. പക്ഷെ എൻ്റെ ഒരു കാഴ്ചപ്പാടില് നോട്ട് ദാറ്റ് ഗുഡ് ദിസ് ടൈം, ബട്ട് ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങളെല്ലാവരും 75 എപ്പോ നിങ്ങൾ എന്നെ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ 75 നെക്സ്റ്റ് ടൈം, അത് എപ്പോഴാണ് ഷജീർ? ഉടനെ തരാം. ഓക്കെ, പ്രതീക്ഷിക്കാം അല്ലേ? അതെ. എപ്പോ കിട്ടും എന്നുള്ളത്. അതെ. എനിവേസ്, ഇന്ന് ബാറ്റ് എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നമുക്ക് നോക്കിയാലോ. ഓക്കെ, പണമൊഴുകണ പറന്നിറങ്ങേണ്ട ചുരി ചുരി പല ചുരി താളത്തിൽ ഞാൻ ഷജീറേട്ട ആൻഡ് വിഷ്ണുപ്രിയ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് 27,000 rupees ആണ്. ഓക്കെ, ശ്വേത ചേച്ചി അതൊന്ന് ക്രെഡിറ്റ് ചെയ്യേണ്ടതാണ്. ഓ, ക്രെഡിറ്റ് ചെയ്യും. ഹാപ്പി ആയില്ലേ? അടുത്ത തവണ ഉഷാറായിട്ട് വരാം. ഓൾ ദി വെരി ബെസ്റ്റ്.